അത് ശരിക്കും നിങ്ങളൊരു സിനിമ ആസ്വാദകനെന്ന് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറയും. നിങ്ങൾ തിയേറ്ററിൽ പോകുന്നത് ചിലപ്പം സിനിമേനെ മറ്റേ ഇഴ കീറി മുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ സാധാരണക്കാർ പോകുന്നത് സിനിമേനെ നമ്മളെല്ലാവരും സാധാരണക്കാരാണല്ലേ. അപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു 2-2.5 മണിക്കൂർ ചിരിക്കാൻ പറ്റണം. ആ സിനിമ കാണുമ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം. 2.5 മണിക്കൂർ ബോറടിക്കാതെ സിനിമ കാണാൻ പറ്റണം. ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷം അങ്ങനെ തിയേറ്ററിനകത്ത് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ, ചിരിക്കാൻ പറ്റിയ, കുറേ അധികം ചിരിക്കാനുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഇന്ന് കാണാൻ പോയത്. ഞാനും അനിയനും അനിയൻ്റെ ഫ്രണ്ടും ആ ഫ്രണ്ടിൻ്റെ അമ്മയും കൂടിയാണ് സിനിമയ്ക്ക് പോയത്. ഉച്ചവരെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അത് മൂവിക്ക് പോയി കളയാം. അങ്ങനെ അവനോട് ചോദിച്ചപ്പം ശരിയായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 ദിവസം മുന്നേയൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സിനിമയ്ക്ക് പോകുന്നത്. പക്ഷേ ഇത് തിയേറ്ററിൽ ചെന്നതിന് ശേഷം ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്കില്ല, 2:30 ഷോ ആണ്, അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2:30 ഷോ, അതും വർക്കിംഗ് ഡേയിൽ 2:30 ഷോ ഹൗസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ സിനിമ ഏത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രിൻസ് ആൻഡ് ദ ഫാമിലി. തുടക്കത്തിൽ സിനിമയുടെ തുടക്കം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ പവി കെയർടേക്കർ ആണോ ഇത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സിനിമയാണോ, അതുപോലെ ലൈഫ് ഓഫ് ജോസൂട്ടി, ഇതുപോലത്തെ സിനിമകളുമായിട്ടൊരു സാമ്യത എനിക്ക് ഫീൽ ചെയ്തു തുടക്കത്തിൽ. പക്ഷേ ഒന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും, അതിപ്പോൾ ദിലീപേട്ടൻ ആയിക്കോട്ടെ, സിദ്ദിഖ ആയിക്കോട്ടെ, നമ്മുടെ ബിന്ദു ചേച്ചി ആയിക്കോട്ടെ, ബിന്ദു പണിക്കർ, ബിന്ദു ചേച്ചി ആയിക്കോട്ടെ, മഞ്ജു പിള്ള ആയിക്കോട്ടെ, ഇങ്ങനെ എഴുതി വെക്കാനാണെങ്കിൽ ഓരോരോ കഥാപാത്രങ്ങളും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഒരുപാട് നല്ല ചിരിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോകുന്നത് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു എന്നെ സംബന്ധിച്ച് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് എത്തുന്നതിന് അടുപ്പിച്ച് തന്നെ നായികയുടെ എൻട്രി ഉണ്ട്. ശരിക്കും ആദ്യത്തെ ആ ഒരു തമാശ രൂപേണുള്ള സംഭവം നായികയുടെ എൻട്രിയോടുകൂടി ലെവൽ മാറുകയാണ്. തിയേറ്റർ ഒന്ന് ഇളകി മറിഞ്ഞത് നായികയുടെ എൻട്രിയോട് കൂടിയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ ഒരു കിഡിലം പെർഫോമൻസ് ഡാൻസ് ഉണ്ട്. എനിക്കറിയില്ല, ഗംഭീര എനർജി ആയിരുന്നു. എനർജി ലെവലിൽ അവർ തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരിൽ കൊടുത്ത കഥാപാത്രം, എനിക്ക് അവരുടെ പേരറിയില്ല, അവർക്ക് കൊടുത്ത കഥാപാത്രം ഗംഭീരമായിട്ട് അവർ ചെയ്യുകയും ചെയ്തു. നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതവർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ചില ഏരിയയിൽ എനിക്ക് ചില യൂട്യൂബ് വ്ളോഗേഴ്സിനെയൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം ആണ് അവർ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും പിന്നെ സോഷ്യലി റെലവൻ്റായ ഒരു ടോപ്പിക്കാണ് ഈ സിനിമ പറയുന്നത്. അതും നമുക്ക് പല ആളുകളെയും മനസ്സിലേക്ക് വരുന്ന ലെവലിലുള്ള വിഷയമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആദ്യം കുറേ തമാശ രൂപേണ പോകുന്നെങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതിൻ്റെ പാറ്റേൺ മാറുകയാണ്. തമാശയൊക്കെ മാറി കുറച്ച് സീരിയസ്നെസ്സിലേക്ക് പോവുകയാണ്. അതിനകത്ത് തന്നെ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഭാര്യയ്ക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും ഭർത്താവ് അങ്ങനെ എങ്ങനെ ടേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് വരെ ഈ സിനിമ കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ഭാര്യയും ഭർത്താവും കണ്ടിരിക്കേണ്ട സിനിമയാണ്. ശരിക്കും ദിലീപേട്ടൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫാമിലി ഓഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ 2:30 മണി സമയത്ത്, അതും വർക്കിംഗ് ഡേയിൽ 2:30 മണി സമയത്ത് ഇത്രയധികം ക്രൗഡ് ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ദിലീപ് എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കി വെച്ചൊരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ക്രൗഡ് ഉണ്ട്. ആ ക്രൗഡ് ഈ സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നുള്ളതാണ് വാസ്തവം. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, സിദ്ദിഖയുടെ ആക്ടിങ്. എല്ലാ സിനിമ എടുത്ത് നോക്കിയാലും സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എലമെൻ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും ആ സിനിമയ്ക്കകത്ത്. അതേ സാധനം ഇവിടെയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പല സീക്വൻസിലും തൻ്റേതായിട്ടുള്ളൊരു ശൈലി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഈ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറ്റ് ഇതിൻ്റെ എന്താ പറയുക, ഞാനിത് ഈ സിനിമ കീറി മുറിക്കാനൊന്നും പോയ ഒരാളല്ല, ഞാൻ എൻജോയ് ചെയ്യാൻ പോയതാണ്. ആ എൻജോയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, പല മുന്തിയ വ്ളോഗേഴ്സ്, ഈ സിനിമ റിവ്യൂ പറയുന്ന വ്ളോഗേഴ്സ്, ഇവരുടെയൊക്കെ സിനിമയുടെ ടേസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നശിക്കപ്പെട്ടോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു പോയത്. കാരണം എടുത്തു പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാം അശ്വന്ത് കോക്ക്, അതുപോലെ മറ്റു പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത്. അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, വല്ലാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതും സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ. അതിന് പ്രത്യേകമായിട്ടൊരു കാരണമുണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ കാരണം എന്നുള്ളത്. അശ്വന്ത് പറയുന്ന പല കാര്യങ്ങളും ഈ സിനിമ കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. കാരണം ഒരു നല്ല സിനിമ ഇനി ഏത് സിനിമ കൊണ്ട് കൊടുത്താലാണ് അശ്വന്തിന് ഓക്കെ ആവുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ മറ്റുള്ളവരുടെ റിവ്യൂ അങ്ങനെ കാണാൻ പോയിട്ടില്ല. അശ്വന്തിൻ്റെ റിവ്യൂ കണ്ടത് പോലും ഈ സിനിമയ്ക്ക് ശേഷമാണ്. പ്രത്യേകിച്ച് റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകുന്ന ഒരാളല്ല ഞാൻ. നമുക്കൊരു തലച്ചോറ് ഈശ്വരൻ തന്നിട്ടുണ്ട്, നമുക്കൊരു ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ കഴിവ് വെച്ച് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുക. അല്ലാണ്ട് ഈ റിവ്യൂ കണ്ടിട്ട് നമ്മൾ സിനിമ കാണാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതിക്കായിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നതും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും. അതല്ലാതെ നമുക്കൊരു ചിന്താശേഷി ഉണ്ടല്ലോ,
അതിനെ യൂട്ടിലൈസ് ചെയ്ത് കാര്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ എനിക്ക് അശ്വന്തിൻ്റെ ഇപ്പോഴത്തെ റിവ്യൂ പറച്ചിലിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ടു ബി ഫ്രാങ്ക് ബ്രോ, നിങ്ങൾ അട്ടർ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടതിൽ കഴിഞ്ഞ കുറേ നാളത്തെ റിവ്യൂ വെച്ച് നോക്കുമ്പോൾ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂയുടെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ അശ്വന്തിനെ എതിരെ സംസാരിച്ചിട്ടുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിവ്യൂ പറഞ്ഞതിലായിരിക്കും. എനിക്കറിയില്ല, ദിലീപ് എന്ന് പറയുന്ന നടന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. എന്നിട്ട് പോലും ഈ ഒരു സിനിമ മലയാളികൾ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു യൂട്യൂബറാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ സിനിമയുടെ റിവ്യൂവിൻ്റെ താഴെ ഇത്രയധികം അശ്വന്തിനെ വിമർശിച്ചുകൊണ്ട് കമൻറ്റ് വരില്ല. കാരണം മലയാളികൾ വ്യക്തിയായിട്ടും സിനിമയായിട്ടും കാണാൻ അറിയുന്ന ആൾക്കാരാണ്. അവരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേര് ഒരുമിച്ച് കാണേണ്ട സിനിമയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയാലും ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. റിവ്യൂ കേട്ട് സിനിമകൾ വിലയിരുത്താതിരിക്കുക. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് വിലയിരുത്തുക. അതേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. ഞാനത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം, ഈയിടെയായിട്ട് മറ്റുള്ള വ്ളോഗേഴ്സിൻ്റെ റിവ്യൂസ് അങ്ങനെ കാണാറില്ല. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയാണെങ്കിലും അല്ലെങ്കിലും അശ്വന്തിൻ്റെ റിവ്യൂ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് അശ്വന്തിൻ്റെ റിവ്യൂ കാണുമ്പം സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെ അന്ന് ആ ഫസ്റ്റ് ഡേ തന്നെ കാണാതിരിക്കുക. നല്ല സിനിമയെ പോലും മോശമാണെന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു വൃത്തികെട്ട മനസ്സുണ്ടല്ലോ, അതൊട്ടും ശരിയല്ല. അത് എന്തിനു വേണ്ടിയാണെങ്കിലും, ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അത് ആ സിനിമയുടെ സ്പോയിലേഴ്സ് ഉൾപ്പെടെ പുറത്ത് വിട്ടിട്ട് കഥ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ മറ്റതാണ് മറിച്ചാണ്, അവിടെ ഇന്ന ആൾ ഇന്ന പോലെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അത് ശരിക്കും നിങ്ങളൊരു സിനിമ ആസ്വാദകനെന്ന് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറയും. വേണ്ട. എന്നാൽ പോലും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വാക്ക് കേട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. കുറേ നല്ല സിനിമകളെപ്പോലും നിങ്ങൾ വൃത്തികെട്ട രീതിയിൽ റിവ്യൂ ചെയ്തിട്ട് അത്തരക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് നിങ്ങൾ കൊടുത്ത റിവ്യൂ എന്ന് പറയുന്നത്. സോ ബ്രോ പ്ലീസ്, നല്ല സിനിമേനെ നല്ലതായിട്ട് കാണൂ. നിങ്ങൾ തിയേറ്ററിൽ പോകുന്നത് ചിലപ്പം സിനിമേനെ മറ്റേ ഇഴ കീറി മുറിച്ച് പഠിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷേ സാധാരണക്കാർ പോകുന്നത് സിനിമേനെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. ആ സിനിമയിൽ കുറച്ച് ചിരിക്കാനുണ്ടായാൽ മതി അവർക്ക്. കുറച്ച് ഫാമിലി ഓഡിയൻസ് ആണെങ്കിൽ അവർക്ക് കുറച്ച് ഫണ്ണി എലമെൻസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമോഷൻ സീക്വൻസും ഒക്കെ ഉണ്ടായിരുന്നാൽ മതി. അവർക്കത് അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് അവരാരും ഈ സിനിമയെ കുറിച്ച് റിസർച്ച് ചെയ്ത് നാളെ പ്രബന്ധം അവതരിപ്പിക്കാൻ പോകുന്ന ആൾക്കാരല്ല. അവർക്ക് എൻജോയ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ റിവ്യൂ ചെയ്താൽ കുറച്ചുകൂടി ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാവും. ഞാനിതൊരു ഉപദേശമൊന്നുമല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ടു ബി ഫ്രാങ്ക് ആസ് ആൻ ഓർഡിനറി പേഴ്സൺ എന്നെപ്പോലെ ആയിരിക്കും ഒരുപാട് സാധാരണക്കാർ സിനിമ കാണാൻ പോകുന്നത്. അതിൽ നിങ്ങളുടെ റിവ്യൂ കാണുമ്പോൾ തന്നെ പല ആൾക്കാരും ഈ സിനിമ കൊള്ളത്തില്ല, അശ്വന്ത് ഇങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ സിനിമ കൊള്ളത്തില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ദയവേത് ഒരു വിഭാഗം ആൾക്കാരെങ്കിലും നിങ്ങൾ മടിപ്പിക്കാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡേ സിനിമ കാണാതിരിക്കുക. ഒരു 2 ദിവസമോ 3 ദിവസം കഴിഞ്ഞിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ. ആദ്യ ദിവസം തന്നെ കണ്ടിട്ട് നല്ലതിനെ പോലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മോശമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല ആസ്വാദകൻ്റെ ലക്ഷണമല്ല. ഇത് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ പ്ലീസ് ബ്രോ, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. താങ്ക് യു.